بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം ഏവരും പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം 1500ാമത് ജന്മദിനമാണ് വരുന്ന വെള്ളിയാഴ്ച സെപ്റ്റംബർ 5. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തരുണത്തിൽ നാം സ്മരിക്കുകയും ആ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹിക്കുന്നവരായും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നവരായും മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി സ്നേഹിച്ചെങ്കിൽ മാത്രമേ നാം യഥാർത്ഥ സത്യവിശ്വാസികളാവുകയുള്ളൂ. അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിച്ചാൽ, ഹൃദയത്തിൽ ഉണ്ടായിത്തീർന്നാൽ നരകമോചനം നമുക്ക് ലഭിക്കും. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഹദീസിൽ കാണാം, മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഒരു അബ്ദിൻ്റെ, ഒരു ദാസന്റെ ഹൃദയത്തിൽ എന്നോടുള്ള സ്നേഹം കലർന്നാൽ അവൻ്റെ ശരീരത്തെ നരകത്തിൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുന്നതാണ്, നിഷിദ്ധമാക്കുന്നതാണ് എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ സ്നേഹിക്കണം. നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകനുള്ള സ്നേഹം ഉണ്ടാകണം. അപ്പോഴേ നമ്മുടെ ശരീരത്തിന് നരകമോചനം ലഭിക്കുകയുള്ളൂ എന്നാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഹറക്കാത്ത് സക്കനാത്തുകളിൽ, അനക്കങ്ങളിലും അടക്കങ്ങളിലും മഹാനായ പ്രവാചകന്റെ വാക്കുകൾ, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തികൾ, പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ അവർ അക്ഷരം പ്രതി മനസ്സിലാക്കി അംഗീകരിച്ച് പ്രാവർത്തികമാക്കിയവരായിരുന്നു, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നവരായിരുന്നു സഹാബത്ത്. മദീന പള്ളിയിൽ നിന്ന് സഹാബത്ത് പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് മഹാനീയ പ്രവാചകൻ പറഞ്ഞ സന്ദർഭത്തിൽ പള്ളിയുടെ പുറത്തേക്ക് പോയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പള്ളിയുടെ പുറത്തിരിക്കുകയുണ്ടായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് പറഞ്ഞു, എന്തിനു പറഞ്ഞു? അതൊന്നും ചിന്തിക്കാതെ മഹാനീയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. അവിടെ തന്നെ മദീന പള്ളിയുടെ മുറ്റത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഇരിക്കുകയാണ്. ഇതാണ് സഹാബത്ത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോടൊപ്പം ഒരു വ്യക്തി പ്രവാചകനെ അതിഥിയായി സൽക്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ
പ്രവാചകന്റെ കൂടെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അവിടെ ചെന്നു ഭക്ഷണം കൊടുത്തു. അതിൽ ചുരക്കയുണ്ടായിരുന്നു. മഹാനീയ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരഞ്ഞെടുത്ത് ഭക്ഷിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞപ്പോൾ പിന്നെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചുരക്കയെ സ്നേഹിച്ച വ്യക്തിയായി, ചുരക്ക ധാരാളം കഴിക്കുന്ന വ്യക്തിയായി. അതാണ് പ്രവാചകർ എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സഹാബത്താണ്. മഹാനായ പ്രവാചകന്റെ അനുചരന്മാർ നാം സ്നേഹിക്കേണ്ടത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് മദ്ഹുകൾ ആലപിക്കണം, മൗലിദ് പാരായണം ചെയ്യണം, അന്നദാനം വിതരണം ചെയ്യണം, ഇത്യാദി സൽക്രമങ്ങളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം അതിലുപരിയായി മഹാനായ പ്രവാചകന്റെ സുന്നത്തുകൾ, ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാക്കണം. അതാണ് വേണ്ടത്. ഈ സന്ദർഭത്തിൽ എപ്പോഴും ആവശ്യമാണെങ്കിലും വിശിഷ്യായി പരിശുദ്ധമായ മാസത്തിൽ പ്രവാചകന്റെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാഷ്ടാംഗം ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചു. മലക്കുകൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാഷ്ടാംഗം ചെയ്തു. പക്ഷേ അള്ളാഹു കൽപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അള്ളാഹു സാഷ്ടാംഗം ചെയ്തില്ല. ചെയ്യാൻ കൽപ്പിച്ചു മലക്കുകളോട്. പക്ഷേ അല്ലാഹു തആല അവൻ്റെ ഹബീബായ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയം അല്ലാഹു അവൻ്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകന്റെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലുക. അള്ളാഹ് സ്വലാത്ത് ചെല്ലുന്നുണ്ട്, മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, നിങ്ങളും ചെയ്യുക. അപ്പം നമ്മളോട് സ്വലാത്തും സലാമും ചൊല്ലാൻ കൽപ്പിച്ചത് കൂടാതെ കൽപ്പിക്കുക മാത്രമല്ല, അതോടൊപ്പം അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുകയാണ്. എന്താണ് അള്ളാഹു സ്വലാത്ത് ചൊല്ലുക, മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് റഹ്മത്തുഹു വരിദ്വാനുഹു, അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ തൃപ്തിയും അവൻ്റെ അനുഗ്രഹവും മഹാനായ പ്രവാചകന് ചൊരിഞ്ഞു കൊടുക്കലാണ്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാലോ ദുആഉം ഇസ്തിഗ്ഫാറുമാണ്, പ്രാർത്ഥന, പൊറുക്കലിനെ ചോദിക്കുക. സമുദായത്തിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാലോ പ്രാർത്ഥനയും മഹാനായ പ്രവാചകന്റെ ആ കൽപ്പനകളെ ആദരിക്കുക, പ്രവാചകനെ ബഹുമാനിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ മഹാനായ പ്രവാചകന് മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരോട് ഞാൻ ചോദിച്ചു, അങ്ങയുടെ മേലുള്ള സ്വലാത്തിനെ ഞാൻ അധികരിപ്പിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ സ്വലാത്തിൽ നിന്ന് ഞാൻ എത്രയാണ് അങ്ങയ്ക്ക് വേണ്ടി നിശ്ചയിക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, മാശിഅ്ത, താങ്കൾ ഉദ്ദേശിച്ച അത്രയും ആകാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അർറുബഅ, 4/1 മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാശിഅ്ത, നീ ഉദ്ദേശിച്ചതാകാം. ഫൈൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാളും അധികരിപ്പിച്ചാലോ അത് നിനക്ക് ഗുണകരമാണ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അന്നിസ്ഫ, പകുതി, എൻ്റെ സ്വലാത്തിൽ പകുതി അങ്ങക്ക് നിശ്ചയിക്കട്ടെ? നബി പറഞ്ഞു, മാശിഅ്ത, നീ ഉദ്ദേശിച്ച അത്രയും ആയിക്കോ. ഫൈൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഗുണകരമാണ്, അതിനേക്കാളും കൂടുതലാണെങ്കിൽ ഗുണകരമാണ്. അപ്പോൾ പറഞ്ഞു, ഫസുലുസൈനി, ഞാൻ ചോദിച്ചു 3/2 ഞാൻ നിശ്ചയിക്കട്ടെ? അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിച്ചതാകാം, അതിലധികരിക്കുകയാണെങ്കിൽ അത് നിനക്ക് ഉത്കൃഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അജ്അലു ലക സ്വലാത്തി കുല്ലഹ, എൻ്റെ സ്വലാത്ത് മുഴുവനും അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നിശ്ചയിക്കുകയാണ്. പ്രാർത്ഥന, ആ സ്വലാത്ത് മഹാനായ പ്രവാചകന് മുഴുവനും നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മുക, അങ്ങനെയാണെങ്കിൽ ആ സ്വലാത്ത് മുഴുവനും എനിക്ക് വേണ്ടി നിശ്ചയിക്കുമ്പോൾ നിന്റെ ഹമ്മ്, നിന്റെ മനസ്സിൻ്റെ വേദന, മനസ്സിൻ്റെ ദുഃഖം, മനോദുഃഖം, മനോവേദന അല്ലാഹു തആല ഈ സ്വലാത്ത് കാരണമായിട്ട് നീക്കിക്കളയും. യഗ്ഫിറു ലക ദംബുക, നിന്റെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും, ചെറുപാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും ഈ സ്വലാത്ത് കാരണമായിട്ടെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുർമുദി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ സ്വലാത്ത് എപ്പോഴും ചെല്ലണം. റബീഉൽ അവ്വൽ മാസം മാത്രമല്ല, വിശിഷ്യ റബീഉൽ അവ്വൽ മാസം പ്രത്യേകിച്ച് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു,
വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കാൻ, എൻ്റെ പെങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കാൻ നബികൾ പറഞ്ഞു. ഔസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. ആ ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണം സംഭവിക്കപ്പെട്ടത്. ആ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് നഫഖത്ത്, സൂറന്ന കാഹളത്തിൽ ഊതുന്നത് ലോകാവസാനത്തിന് വേണ്ടി. ഈ സംഭവങ്ങളെല്ലാം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഫഅക്സിറു അലിയ മിനസ് സ്വലാത്തി ഫീഹി, വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് കാരണം പ്രവാചകൻ പറയുന്നു, ഫൈന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലിയ, കാരണം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ എൻ്റെ മേൽ വെളിപ്പെടുത്തപ്പെടും, എനിക്ക് വെളിവാക്കപ്പെടും. അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കുകയാണ്, ഓരോരുത്തരുടെയും സ്വലാത്ത്, ഇന്നയാളുടെ മകൻ ഇന്നയാൾ നബിയെ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഓരോ മലക്കുകളെയും അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ഓരോ മലക്കിന് നബി തങ്ങൾ അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വലാത്ത് എനിക്ക് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം, അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് അധികരിപ്പിച്ചോ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വകൈഫ തുഅറദു സ്വലാത്തുനാ അലൈക വഖദ് അരിംത, തങ്ങൾ മണ്ണോട് മണ്ണ് ചേരൂലേ, തങ്ങൾ ദ്രവിച്ച് പോകൂലേ, നുരുമ്പിച്ച് പോകൂലേ, മണ്ണോട് മണ്ണ് ചേർന്ന് പോകൂലേ, തങ്ങളുടെ മേൽ എങ്ങനെ വെളിവാക്കപ്പെടും ഞങ്ങളുടെ സ്വലാത്തുകളൊക്കെ. അപ്പം നബി തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, നബിമാരുടെ ശരീരങ്ങളെ ഭക്ഷിക്കുന്നതിൽ നിന്ന് ഭൂമിയെ അള്ളാഹു തആല തടഞ്ഞിരിക്കുകയാണ്. ഭൂമിയുടെ മേൽ അള്ളാഹു ഹറാമാക്കിയിരിക്കുകയാണ് നബിമാരുടെ ശരീരം ഭക്ഷിക്കാൻ പാടില്ല എന്ന്. കണ്ടോ? അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ധാരാളമായി സ്വലാത്ത് അധികരിപ്പിക്കണം. ഈ വെള്ളിയാഴ്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12 നമുക്ക് വന്നിരിക്കുന്നത്. ഈ ദിവസം സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക. അങ്ങനെ മഹാനീയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ച് മഹാനീയ പ്രവാചകന്റെ സുന്നത്തുകൾ, ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, പ്രവാചകന്റെ മദ്ഹുകൾ, പ്രവാചകന്റെ മൗലിദുകൾ പാരായണം ചെയ്ത്, അന്നദാനം വിതരണം ചെയ്ത്, അങ്ങനെ സാധുക്കളെ, അഗതികളെ, അനാഥകളൊക്കെ സംരക്ഷിച്ച് പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച, സെപ്റ്റംബർ 4 വ്യാഴാഴ്ച മഗ്രിബിന് സൂര്യൻ അസ്തമിച്ച സമയം മുതൽ വെള്ളിയാഴ്ച പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലേക്ക് പ്രവേശിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം മഗ്രിബിൻ്റെ ആ ബാങ്ക് വിളിക്കുന്ന സമയം വരെയാണ് വെള്ളിയാഴ്ച ദിവസം. സ്വലാത്തുകൾ ധാരാളമായി അധികരിപ്പിക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചകർ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കും. നരകത്തിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കും. നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ, ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു തആല പുറത്തിരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ എല്ലാം അള്ളാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു അവരെയും നമ്മയും അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ, എല്ലാവരുടെയും രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ എല്ലാം അല്ലാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഹപര നന്മകൾ കൊയ്തെടുക്കുന്ന ഇഹപര വിജയികളിൽ അല്ലാഹു തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.